ജർമ്മനിയിൽ ഫ്രീ ഐറ്റംസ് കിട്ടാൻ ആദ്യം ക്ലൈനാൻസിക് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രാങ്ക്ഫർട്ട് എന്ന് കൊടുത്ത് എത്ര റേഡിയസ് കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഐറ്റംസ് വേണമെന്ന് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹോം പേജിൽ പോയി വീണ്ടും വെയിറ്റ് കാറ്റഗറിയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ ഏറ്റവും താഴെ വേർഷങ്കൻ ആൻഡ് ടോഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അതിൽ വേർഷങ്കൻ വേണം, ഗിവ് അവേ ഐറ്റംസ് അറിയാനുള്ള ഓപ്ഷൻ. അത് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആ പർട്ടിക്കുലർ റേഡിയസിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്ത് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അത് പുതിയതാണോ, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതിലറിയാൻ പറ്റും. എന്നിട്ട് അതിൽ ആ നഹ്റിഷ്ട് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ആൾക്ക് ചാറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ ഫിൽറ്ററിൽ കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ സൂഹേസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഫേവറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷനും കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഐറ്റം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ താഴെ അർബേറ്റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇഷ്സൂഹേൻ സെലക്ട് ചെയ്യുക. അതിൽ ടേബിൾ, ഫോർ എക്സാമ്പിൾ ടേബിളാണ് വേണ്ടതെങ്കിൽ ടിഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഏത് കാറ്റഗറിയിലാണ്, ഇപ്പോൾ ലിവിങ് റൂമിലെ ആണോ കിച്ചണിലെ ആണോ അത് സെലക്ട് ചെയ്ത് തൽക്കാലം നമുക്ക് വോൺസിമർ ലിവിങ് റൂമിൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പിക്കപ്പ് പറ്റുമോ ഡെലിവറി വേണോ എന്ന് പറയുമ്പോൾ ന്യൂ അബ്ഹോലോങ് എന്ന് പറയുന്നത് പിക്കപ്പ് മാത്രം മതി. അത് കഴിഞ്ഞ് ഫാബയിൽ ഇഷ്ടമുള്ള കളർ, ഏത് കളറാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിൽവർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി അത് കഴിഞ്ഞ് സിസ്റ്റാൻഡ്, അത് എൻ്റെ കണ്ടീഷൻ പുതിയതാണോ, വെരി ഗുഡാണോ, ഗുഡാണോ, അപ്പോൾ അതിൽ പുതിയ ഐറ്റമാണോ വേണ്ടെങ്കിൽ ന്യൂ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് മെറ്റീരിയലാണ്, ബ്രോൺസ് ആണോ, ഗ്ലാസ് ആണോ, സെറാമിക് ആണോ, അതിൽ ഇഷ്ടമുള്ള നിങ്ങൾ നോക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഇനി പ്രൈസിൽ നിങ്ങൾ എത്ര വിലയുള്ളതാണ് നോക്കുന്നത്, അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഗീവ് അവേ ഐറ്റംസ് ആണ് നോക്കുന്നതെന്ന് പറയും. ഇനിയിപ്പോൾ നിങ്ങൾ പർട്ടിക്കുലർ പ്രൈസിലുള്ള 12 യൂറോയ്ക്കുള്ളതാണ് നോക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ആഡ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതുമല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ലുക്കിലുള്ള ആ ഒരു ഇമേജും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റും. സാമ്പിൾ ഇതേപോലത്തതാണ് നിങ്ങൾ നോക്കുന്നതെന്നും പറഞ്ഞ് സാമ്പിൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആഡ് പോസ്റ്റ് ആവുകയും ചെയ്യും. അതിനനുസരിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും.